ബ്രിജ്ഭൂഷണിന്റെ ബിസിനസ് പങ്കാളിയും അടുത്ത അനുയായിയുമായ ആളാണ് റെസ്ലിംഗ് ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റ്. ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുസ്തി ഉപേക്ഷിക്കുന്നു. 40 ദിവസമാണ് ഡൽഹിയുടെ തെരുവിൽ ഇരുന്നും ഉറങ്ങിയും നീതിക്കായി ഞങ്ങൾ പോരാടിയത്. ഇനിയും പോരാട്ടം തുടരും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ബൂട്ടുകൾ ഊരി മേശപ്പുറത്ത് വെച്ച് ഇന്ത്യയുടെ അഭിമാനതാരം സാക്ഷി മാലിക് മാധ്യമങ്ങളോട് പറഞ്ഞു. കാറിൽ കയറിയിട്ടും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുസ്തി നിർത്തുന്നതിൻ്റെയും നീതികേടിൻ്റെയും സങ്കടത്തിൽ അവർ സ്റ്റിയറിംഗ് വീലിൽ തലയടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ വിശ്വസ്തനും ബിസിനസ് പങ്കാളിയുമായ സഞ്ജയ് സിംഗ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിലെ നിരാശ പങ്കുവച്ചുകൊണ്ടാണ് താൻ ഗുസ്തി അവസാനിപ്പിക്കുന്നതായി സാക്ഷി മാലിക് പ്രഖ്യാപിച്ചത്. ബ്രിജ്ഭൂഷന്റെ കുടുംബക്കാരെയോ വിശ്വസ്തരെയോ പ്രസിഡന്റ് പദത്തിലേക്ക് പരിഗണിക്കില്ലെന്ന് കായിക മന്ത്രാലയം ഗുസ്തി താരങ്ങൾക്ക് നൽകിയ ഉറപ്പാണ് ഇവിടെ തെറ്റിച്ചത്. ഒരു വനിതാ പ്രസിഡന്റിനെയാണ് സാക്ഷി മാലിക് അടക്കമുള്ളവർ മുന്നോട്ട് വച്ചിരുന്നത്. അധ്യക്ഷ വനിതയായാൽ പീഡനങ്ങൾ കുറയുമെന്ന ലക്ഷ്യത്തോടെ. പക്ഷേ ലിസ്റ്റ് പരിശോധിച്ചാൽ സംഘടനയിൽ ഇപ്പോഴോ കഴിഞ്ഞ കാലങ്ങളിലോ നമുക്ക് വനിതാ പ്രാതിനിധ്യം കാണാനാവില്ല. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് പോലും വനിതയില്ല. ഇതിനെതിരെ പുതിയ തലമുറയിലെ ഗുസ്തിക്കാർ പ്രതിഷേധിക്കണമെന്നും സാക്ഷി മാലിക് ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ പെൺഭ്രൂണഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നായ ഹരിയാനയിൽ തനിക്ക് പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും മറികടന്ന് ചരിത്രം സൃഷ്ടിച്ചവളാണ് സാക്ഷി മാലിക്. പെൺകുട്ടിയെ പരിശീലകൻ തൊട്ടുപഠിപ്പിക്കുന്നതിനും എതിരിടാൻ പെൺകുട്ടികളില്ലാത്തതിനാൽ ആൺകുട്ടികളുമായി ഗുസ്തി പിടിക്കുന്നതിനെതിരെയുമെല്ലാം നാട്ടിൽ എതിർപ്പുകൾ ഉയർന്നു. പക്ഷേ പിന്നീടങ്ങോട്ട് സാക്ഷിയുടെ കാലമായിരുന്നു. പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം മെഡലുകൾ വാരിക്കൂട്ടി. ഒളിമ്പിക്സിലും റിയോയിലും തിളങ്ങി ഒടുവിൽ WFI തിരഞ്ഞെടുത്ത 3 പെണ്ണുങ്ങളിൽ ഒരാളായി അവൾ മാറി. കർണം മല്ലേശ്വരിക്ക് ശേഷം, മേരി കോമിന് ശേഷം, സൈനയ്ക്ക് ശേഷം, സിന്ധുവിനു ശേഷം ഒരു പെണ്ണ്. അതും ആദ്യമായി ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ പെണ്ണ്. ആ പെൺവീര്യത്തെയാണ് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഒന്നുമല്ലാതാക്കി കളഞ്ഞത്. രാജ്യത്തിന് വേണ്ടി മെഡലുകൾ വാങ്ങി ചിരിച്ചു നിൽക്കുന്ന പണ്ടത്തെ മുഖവും രാജ്യം കാരണം ബൂട്ടുകൾ ഊരിക്കളഞ്ഞ് കരയുന്ന ഈ മുഖവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒരു പെണ്ണും ഒരു കായിക താരവും ഒരിക്കലും അർഹിക്കാത്തത്. ഈ രാജ്യം ഒന്നാകെ അവർക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞ് തല കുമ്പിടേണ്ടിയിരിക്കുന്നു.